നമസ്കാരം. ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ലോകം ഞെട്ടി. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇറാനെ പൂട്ടാനുള്ള യുദ്ധസന്നാഹങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ട്രംപിന്റെ ഇത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ വരുന്നത് പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നായിരിക്കും. റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ, റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ റഷ്യയും ചൈനയും ഖത്തറും ഒക്കെ ഇതിനകത്തേക്ക് ഇടപെടുന്നതിന്റെ സൂചനകൾ. മാത്രമല്ല, ഈ മൂന്ന് രാജ്യങ്ങൾ റഷ്യയും ഇറാനും ചൈനയും അടക്കമുള്ളവരുടെ ബന്ധം, അവർ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത പലപ്പോഴും അമേരിക്കയെ, അല്ലെങ്കിൽ ട്രംപിനെ, അമേരിക്ക എന്ന് പറയുന്നതിനേക്കാളേറെ ട്രംപിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ചിലപ്പോഴൊക്കെ ചില മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അമേരിക്കയിൽ ട്രംപിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയപ്പെടുന്നത് വിസയുമായി ബന്ധപ്പെട്ടിട്ടാണ്. റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള ഏകദേശം 75ഓളം രാജ്യങ്ങൾക്കാണ് അത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്താൻ പോകുന്നത്. ഇത് ഏത് തരത്തിലും ഒരു യുദ്ധസന്നാഹമായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇറാനെ പൂട്ടാനുള്ള ഒരു യുദ്ധസന്നാഹമായിട്ട് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, അതിനെ വളരെ കൃത്യമായി കടുപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ബ്രസീൽ ആണെങ്കിലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, കുവൈറ്റ് തുടങ്ങി ലോകത്തെ 75 രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നടപടികൾ അമേരിക്ക അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിനാണ് ട്രംപ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ട്രംപ് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇത്തരത്തിലുള്ള ഈ വിസ നിരോധനം വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം റഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ബ്രസീൽ, സൊമാലിയ തുടങ്ങിയ 75ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിസ അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ആഭ്യന്തര മെമ്മോ പ്രകാരം അടുത്ത ബുധനാഴ്ച മുതൽ ഈ നടപടി നിലവിൽ വരാൻ പോകുന്നു. കാരണം ഈ പ്രായം, ആരോഗ്യം, ഇംഗ്ലീഷ് പരിജ്ഞാനം എന്നിവയൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇനി വിസ അനുവദിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ സർക്കാർ ആനുകൂല്യങ്ങളെ അതിനെ ആശ്രയിച്ച് കഴിയാൻ സാധ്യതയുള്ളവർക്ക് വിസ നിഷേധിക്കാൻ പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ അതിന്റെ ഒരു പുതിയ വേർഷനാണ്, അല്ലെങ്കിൽ പുതിയ തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടേണ്ടത്. അമേരിക്കൻ ജനതയുടെ ഔദാര്യം ഇനി ആരും ചൂഷണം ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് ട്രംപ് സർക്കാർ പുതിയ നീക്കമൊക്കെ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വിസ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം 75 രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നൽകുന്നത് നിർത്തിവെക്കാൻ വിദേശകാര്യ വകുപ്പിന് ട്രംപ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മിനോസോട്ടയിലെ സൊമാലിയൻ സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ. ആ മിനോസോട്ടയിലെ സൊമാലിയൻ സമൂഹത്തിനിടയിൽ നടന്ന വ്യാപകമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളെ തുടർന്നാണ് സൊമാലിയയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അതിന്റെ വസ്തുതയും. അപ്പോൾ വിസ അപേക്ഷകന്റെ പ്രായം, ശാരീരികാരോഗ്യം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം എന്നിവയൊക്കെ കണിശമായിട്ട് പരിശോധിക്കാൻ പോകുന്നു ഇനി മുതൽ. അമേരിക്കയിൽ എത്തിയ ശേഷം അവിടുത്തെ സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കാൻ വരുന്നവരെ തടയുകയാണ് ലക്ഷ്യമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ ഏകദേശം 3400 അധികം ആൾക്കാർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ സൈനിക നീക്കം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിസ വിലക്ക് വരുന്നത് എന്നത് ലോകരാജ്യങ്ങളെ അടക്കം ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇന്ത്യക്കാരായിട്ടുള്ള അപേക്ഷകർക്ക് നിലവിൽ നേരിട്ട് വിലക്കില്ല എങ്കിൽ കൂടിയും പരിശോധനകൾ ഘടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ലോകത്തെ ഏകദേശം 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിഷേധിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചതോടുകൂടി അത് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് ഇതുവഴി വഴിമുട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവർ അമേരിക്കയിലെ സർക്കാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് ആരോപിച്ചാണ് ഈ കടുത്ത നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ ചിലപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നടപടികളാണ്. പക്ഷെ ഭൂരിപക്ഷവും അത് എതിർക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെയാണ് 75 രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഈ പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെട്ടത് ഇതിനകത്താണ്. ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന ബുധനാഴ്ച മുതൽ ഈ പുതിയ നിബന്ധനകൾ എന്ന് പറയപ്പെടുന്ന പ്രാബല്യത്തിൽ വരാനും പോകുന്നു. അമേരിക്കൻ വിസ സെന്ററുകളിൽ ഇനി ഈ രാജ്യക്കാർക്ക് പ്രവേശനം കടുപ്പമായിരിക്കും എന്നുള്ളതാണ്. അതായത് വിദേശകാര്യ വകുപ്പിന്റെ പുതിയ മെമ്മോ പ്രകാരം പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, കംബോഡിയ, ലാവോസ്, മംഗോളിയ, തായ്ലാന്റ്, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയവയാണ്. അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇറാൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലബനൻ, സിറിയ, യമൻ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ഇനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ റഷ്യ, അൽബേനിയ, ബെലാറസ്, ബോസ്നിയ, ജോർജിയ, കൊസാവോ,
മാസിഡോണിയ, മോൾഡോവ, മോണ്ടിനെഗ്രോ, ഇത്രയൊക്കെ ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. ഇത് മാത്രമല്ല, ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അൾജീരിയ, കാമറൂൺ, കോങ്കോ, ഈജിപ്റ്റ്, എറിത്രിയ, എത്യോപ്യ, ഘാന, ലിബിയ, മൊറാക്കോ, നൈജീരിയ, സെനഗല്, സൊമാലിയ, ദക്ഷിണ സുഡാൻ, ടാൻസാനിയ, ഉഗാണ്ട തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ഇതിനകത്ത് പെടും. മാത്രമല്ല ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീൽ, കൊളംബിയ, ഗോട്ടിമാല, ഹെയ്ത്തി, ജമൈക്ക, നിക്കോരാഗെ തുടങ്ങിയ രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ ഈ 75 വിസ നിഷേധിച്ച രാജ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ട്രംപിന്റെ കുടിയേറ്റ റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള റെനി ഗുഡ് എന്ന 37-കാരിയെ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വിസ നിയന്ത്രണം കൂടെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോ റോഡ് തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അവിടെ റെനിക്കെടുത്തത്. റെനി തന്റെ വാഹനം ഏജന്റിന് നേരെ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഔദ്യോഗികമായിട്ടുള്ള അവിടുത്തെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ സംഭവം വിവാദമായതോടുകൂടി ഇതിന്റെ പഴി എന്ന് പറയപ്പെടുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കൊലപാതകികളുണ്ട്. സ്ലിപ്പി ജോ ബൈഡന്റെ തുറന്ന അതിർത്തി നയം കാരണമാണ് ഇത്തരത്തിൽ ഇവരൊക്കെ അകത്ത് കയറി കൂടിയത് എന്നും അതുകൊണ്ടാണ് അവരെ പുറത്താക്കാൻ നമുക്ക് വളരെ വലിയ കഠിനമായി പരിശ്രമിക്കേണ്ടി വരുമെന്നുമൊക്കെ ട്രംപ് ഒരു അഭിമുഖത്തെ പറഞ്ഞ് അത് ഇതിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന ജോ ബൈഡൻ ആണ് എന്നുള്ള രീതിയിലേക്ക്. കാരണം അദ്ദേഹത്തിന്റെ ഒരു തുറന്ന നയസമീപനം, അതിർത്തി തുറന്നു കൊടുക്കുന്ന ഒരു നയസമീപനം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇവരെല്ലാവരും അകത്ത് കയറിയത് എന്ന് പറയുന്ന തരത്തിലാണ് ട്രംപ് ഈ വാദത്തിനെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ അവിടുത്തെ ഭരണകൂടം തുനിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഉടൻ അവിടെ മിസൈൽ ആക്രമണം ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക ഒരുങ്ങുന്നു എന്നുള്ള സൂചനയും ട്രംപ് നൽകുകയാണ്. അപ്പോൾ ലോകം മറ്റൊരു യുദ്ധഭീതിയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ട്രംപിന്റെ ഓരോ നീക്കവും പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ സൈനികേതര കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കുവാൻ ട്രംപ് പദ്ധതി ഇടുന്നതായിട്ടാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതിനിടെയാണ് ഖത്തറിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്നും സൈനികരെ ഒഴിപ്പിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അവിടെ യുദ്ധഭീതി വർദ്ധിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അൽ ഉദൈദ് താവളത്തിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അടിയന്തരമായിട്ട് മാറാൻ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇറാനിൽ തടവിലാക്കപ്പെട്ട പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ ആയത്തുള്ള ഖമേനി ഒരുങ്ങുന്ന വാർത്തയോട് അതിരൂക്ഷമായിട്ട് ട്രംപ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്, അവർ അത് ചെയ്താൽ നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റൊന്നായിരിക്കുമെന്ന ട്രംപ് അവിടുത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇറാനിലെ തടവിലാക്കപ്പെട്ട പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ യുദ്ധമുണ്ടാകും, വലിയ ബോംബിടൽ ഭീഷണികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ട്രംപിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കിരയായിട്ടുള്ള കുടുംബങ്ങൾ ട്രംപിന്റെ ഇടപെടലിനായിട്ട് കേഴുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ട്രംപിന്റെ താക്കീത് പുല്ലുപോലെ തള്ളുകയാണ് ഇറാൻ. ഒരാൾ മറ്റൊരാളെ കഴുത്തറത്തു കൊന്നാൽ ഞങ്ങൾക്ക് വേഗത്തിൽ നടപടിയെടുത്തേ മതിയാകൂ എന്നാണ് ഇറാൻ ജുഡീഷ്യറി തലവനടക്കം പ്രതികരിച്ചത്. അതായത് പ്രതിഷേധക്കാരെ ഭീകരരായിട്ട് മുദ്രകുത്തി കൂട്ടത്തോടെ തൂക്കിക്കൊല്ലാനാണ് അവരുടെ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ പ്രതിഷേധിക്കുന്നവർ, ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ തീവ്രവാദികൾക്ക് തുല്യമാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ തീവ്രവാദികളെ അമേരിക്ക സഹായിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ ഇറാന്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഇപ്പോൾ അമേരിക്ക ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇറാൻ ഈ താവളത്തിന് നേരെ മിസൈലുകൾ അടക്കം വർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 10,000-ഓളം സൈനികരുള്ള ഈ താവളത്തിന് നേരെയുള്ള ഏത് നീക്കവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ടെഹ്റാനിലെ സർക്കാർ കേന്ദ്രങ്ങളും സുരക്ഷാ ഏജൻസികളുടെ ഓഫീസുകളും തകർക്കുവാനുള്ള പ്ലാന് ട്രംപിന് മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഇറാൻ വലിയ മുന്നേറ്റം നടത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ തച്ചു തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. വെറും ഉപരോധത്തിൽ ഒതുങ്ങാതെ നേരിട്ടുള്ള ആക്രമണത്തിന് ട്രംപ് മുതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കുന്ന ഒരു യുദ്ധമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ട്രംപിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ലോകം ഞെട്ടുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ വിസയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മുന്നോട്ട് പോകുന്നത് തന്നെ ഇറാനെ പൂട്ടാനുള്ള യുദ്ധസന്നാഹത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം വെച്ചാൽ അത് ഇറാനും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളോടൊപ്പം അവരെ ഏതെങ്കിലും തരത്തിൽ അവർ ഒന്നിച്ചു നിന്നും പോരാടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണ് ബ്രസീൽ അടക്കമുള്ള, ഇറാൻ അടക്കമുള്ള, റഷ്യ അടക്കമുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ട്രംപ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ
അടുത്ത നിമിഷം തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയത്തുള്ള ഖമേനിയെ ജീവനോടെ പിടിക്കാമെന്നുള്ള ട്രംപിന്റെ മോഹം പാഴ്മോഹമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.